സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 അമ്മതന്നുദരത്തിൽ ഉരുവാകും മുൻപേ എൻ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. എന്നെ കുറിച്ചുള്ള പദ്ധതിയെല്ലാം എൻ ദൈവം മെനഞ്ഞിരുന്നു. നന്മയ്ക്കായൊരുക്കിടുന്നു. ഉദരത്തിൽ ഉരുവാകും മുൻപേ എൻ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. എന്നെ കുറിച്ചുള്ള പദ്ധതിയെല്ലാം എൻ ദൈവം മെനഞ്ഞിരുന്നു. നന്മയ്ക്കായൊരുക്കിടുന്നു. രൂപവും എൻ പേരും ഉള്ളം കയ്യിൽ കുറിച്ചിരുന്നു. എൻ രൂപവും
വചനങ്ങൾ താതൻ നിറച്ചു തന്നു, താതൻ നിറച്ചു തന്നു. എൻ ഭാവിയും എൻ പാതയും എൻ്റെ ദൈവം തെളിച്ചു തന്നു. എൻ ഭാവിയും എൻ പാതയും എൻ്റെ ദൈവം തെളിച്ചു തന്നു. സർവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. അമ്മ തന്നുദരത്തിൽ ഉരുവാകും മുമ്പേ എൻ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. എന്നെ കുറിച്ചുള്ള പദ്ധതിയെല്ലാം എൻ ദൈവം മെനഞ്ഞിരുന്നു. നന്മയ്ക്കായൊരുക്കിടുന്നു. അമ്മ തന്നുദരത്തിൽ ഉരുവാകും മുമ്പേ എൻ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. എന്നെ കുറിച്ചുള്ള പദ്ധതിയെല്ലാം എൻ ദൈവം മെനഞ്ഞിരുന്നു. നന്മയ്ക്കായൊരുക്കിടുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയിലെ പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് വിഷയമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. മനോഹരമായ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ ഭാഗം തന്നെ ഇപ്രകാരം വായിക്കുന്നു: അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. വ്യത്യസ്തമായ ചിന്ത അവതരിപ്പിച്ചുകൊണ്ട് ഈശോ കൂട്ടിച്ചേർക്കുന്നു. 47-ാമത്തെ തിരുവചന ഇപ്രകാരമാണ് പറയുക: സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണുള്ളത്? വിശേഷവിധിയായി എന്താണുള്ളത്? എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ചിന്ത, സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ മാത്രം ചെയ്യുന്ന ഒരു പ്രവണതയാണ്. എല്ലാവരെയും അനുകരിക്കുന്ന ഒരു പ്രവണതയാണ്. എല്ലാവരും ഒരുപോലെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും അപ്രകാരം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത്. ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നു, വിശേഷവിധിയായി എന്താണ് ചെയ്യാനായിട്ട് പോവുക? നിന്നിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വാട്ട് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഇൻ യു? നിന്നിൽ സംതിങ് സ്പെഷ്യലായിട്ടുള്ളത് എന്താണ്? ഈശോയുടെ ചോദ്യപ്രകാരമാണ്. എന്താണ് വിശേഷവിധിയായിട്ടുള്ളത്? എന്താണ് പ്രത്യേകതയായിട്ടുള്ളത്? ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ അപ്രകാരം തന്നെയാണ്. വ്യത്യസ്തമായിട്ട് കാണുന്നതിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുക. ഒരേപോലെയുള്ള നിറങ്ങൾ, ഒരേപോലെയുള്ള സംസാരങ്ങൾ, ഒരേപോലെയുള്ള ശൈലി, അതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. മറിച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിലേക്ക് ആകർഷിക്കപ്പെടും. പരസ്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം,
സോപ്പ്, വിവിധതരം സോപ്പുകളുണ്ട്. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ, ഒത്തിരി സോപ്പുകളുള്ളത് കൊണ്ട് ഓരോ സോപ്പുകാരും അവരവരുടേതായ വ്യത്യസ്തതകളെക്കുറിച്ചാണ് പറയുക. ഞങ്ങളുടെ സോപ്പ് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മണമുണ്ടാകും, കുറേയേറെ മണം നിൽക്കുന്ന അനുഭവമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, ചർമ്മകാന്തി ഉണ്ടാകും. വ്യത്യസ്തങ്ങളായ എക്സാമ്പിളുകൾ എൻ്റെ അത് പറയുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ ഗുണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തതകൾ പറയുമ്പോഴാണ് ഏത് സോപ്പാണ് വാങ്ങേണ്ടതെന്ന് അവസാനം നമ്മൾ തീരുമാനമെടുക്കുക. ഇതുപോലെ തന്നെ പേസ്റ്റ് ഉൽപ്പന്നങ്ങൾ, വിപണിയിൽ വിവിധതരം പേസ്റ്റുകളുണ്ട്. ഏത് പേസ്റ്റ് ഇട്ട് തേക്കുമ്പോഴാണ് പല്ലിന് കൂടുതൽ ആരോഗ്യം ലഭിക്കുക, ഏത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് പല്ല് കൂടുതൽ വെളുക്കുക, ഏത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് പല്ല് കുറേ കൂടി ദൃഢമായിട്ട് മാറുക, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ വസ്തു വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ, അത് പേസ്റ്റാണെങ്കിലും സോപ്പാണെങ്കിലും എണ്ണയാണെങ്കിലും ഏത് ഐറ്റമാണെങ്കിലും വിപണിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഐറ്റവും അവരവരുടെ വ്യത്യസ്തതകളെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. ആ വ്യത്യസ്തതകളാണ് നമ്മളെ ആകർഷിക്കുകയും ചെയ്യുക. ആ വ്യത്യസ്തതകൾ വെച്ചാണ് നമ്മളെ തിരഞ്ഞെടുക്കാനായിട്ട് ഇടയാവുകയും ചെയ്യുക. ഈശോയും ചോദിക്കുന്നത് പോലെ തന്നെയാണ്. ഈ വ്യത്യസ്തതയെക്കുറിച്ചാണ് ഈശോയും നമ്മളെ പ്രതിപാദിപ്പിക്കുക. ഒരു മൊബൈൽ ഫോൺ എടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ധാരാളം മൊബൈൽ ഫോണുണ്ട്. ഇപ്പോൾ ധാരാളം പേര് എല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്യാമറ, അതുപോലെ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, വ്യത്യസ്തതകൾ നോക്കാറുണ്ട്. ആകെ കൺഫ്യൂഷനായി എന്ന് പലപ്പോഴും ആളുകൾ പറയാറുമുണ്ട്. വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഓരോരുത്തരും ആ വ്യത്യസ്തതകളെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ആ വ്യത്യസ്തതകളാണ് നമ്മളിലേക്ക് ഏത് വേണം എന്നുള്ളതിനെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് കാരണമാകുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുമ്പോഴും ആ ഇൻ്റർവ്യൂവിന് സമീപിക്കുന്ന ആളോട് ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുന്നത് പ്രകാരമായിരിക്കും. എല്ലാ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, പക്ഷേ ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അവരുള്ള വ്യത്യസ്തതകളാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. കാരണം ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം അവർ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ ഉത്തരങ്ങളും കറക്റ്റാണെങ്കിലും വ്യത്യസ്തമായ ശൈലിയിൽ ഉത്തരം പറയാൻ സാധിക്കുക, വ്യത്യസ്തമായിട്ടൊരു കാര്യം അവതരിപ്പിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കാനായിട്ട് ഇടയാകും. ആ വ്യത്യസ്തതയാണ് ആ മനുഷ്യനെ അവിടെ സെലക്ട് ചെയ്യാനായിട്ട് ഇടയാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത മനസ്സിലെപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വ്യത്യസ്തകളുടെ ലോകത്തിൽ നമ്മളെപ്പോഴും ജീവിക്കുക. ചെറുപ്പക്കാരൻ നോക്കിയാലും കാണുന്നത് തന്നെയാണ്. കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളേജിൽ ഉണ്ടാകുന്ന കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന യുവാക്കളോട്, അതല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന യുവജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും കാണുന്ന വ്യത്യസ്തതയാണ്. വളരെ നീണ്ട മുടിയുള്ള ആളുകൾ കാണും, വളരെ വ്യത്യസ്തമായ താടിയുള്ള ആളുകൾ കാണും, അല്ലെങ്കിൽ ജീൻസ് പല ഭാഗങ്ങൾ കീറിപ്പോയ രീതിയിലുള്ള ജീൻസ് ധരിക്കുന്ന ആളുകൾ കാണും. അവരുടെ ഷേപ്പ് തന്നെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ ദിവസവും ഓരോ കളറിലുള്ള വാച്ച്, ഓരോ കളറിലുള്ള ചെരുപ്പുകൾ ഒക്കെ ധരിക്കുന്ന ചെറുപ്പക്കാരെ നമ്മളൊക്കെ അനുദിനം കണ്ടുമുട്ടാറുണ്ട്. വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവരോട് ചോദിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇത്ര നീണ്ട മുടി സൂക്ഷിക്കുന്നത്, ഇത്ര നീണ്ട താടി, വ്യത്യസ്തമായ താടി സൂക്ഷിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ നോട്ട് ചെയ്യാനാണ്, ഞങ്ങൾ ആകർഷിക്കപ്പെടാനാണ്. ആ വ്യത്യസ്തതകളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണം. എല്ലാവരും ആഗ്രഹിക്കുന്നതും യുവതലമുറ ആഗ്രഹിക്കുന്നതും ആ വ്യത്യസ്തതകളാണ്. ഈ വ്യത്യസ്തത നമ്മുടെ പുറമെയുള്ള കാര്യങ്ങളിൽ മാത്രം പോരാ. ഈശോ ആഗ്രഹിക്കുന്നു ഈ വ്യത്യസ്തത നമ്മുടെ ആന്തരിക ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടേതായ ജീവിത ശൈലിയിൽ ഈ വ്യത്യസ്തതയുണ്ടാവണം. ഈശോ ആഗ്രഹിക്കുന്ന ശൈലിയും അതുതന്നെയാണ്. ഈ വ്യത്യസ്തതയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്കിടയാകണം. അതുകൊണ്ടാണ് ഈശോ പറയുക, വിശേഷ വിധിയായി നിന്നിൽ എന്താണുള്ളത്? മറ്റുള്ളവരിൽ കാണുന്നത് പോലെ തന്നെ, മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നീ ചെയ്യുന്നത് എങ്കിൽ വിശേഷവിധിയായി എന്താണുള്ളത്? വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നീ ദൈവപിതാവിൻ്റെ മകനായി തീരുക. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നീ ദൈവപിതാവിൻ്റെ മകളായി തീരുക. അപ്പം അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം. ഈശോ വ്യത്യസ്തനായിരുന്നു. നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് അപ്രകാരമാണ്. വ്യത്യസ്തമായ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈശോയെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്. ഈശോ വ്യത്യസ്തനായിരുന്നു. എല്ലാവരെയും പോലെ ചിന്തിച്ച ആളല്ല, എല്ലാവരെയും പോലെ പറഞ്ഞ ആളല്ല, എല്ലാവരെയും പോലെ സംസാരിച്ച ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈശോയുടെ വ്യത്യസ്തത നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് കാരണമായിട്ട് മാറി. ഈശോയുടെ വ്യത്യസ്തതയാണ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിച്ചതെന്ന് നമുക്കറിയാം.
അപ്പം അതുകൊണ്ട് തന്നെ ഈശോയിലുണ്ടായിരുന്ന വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഈശോയോട് തന്നെ പറയുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുക എളുപ്പമുള്ള കാര്യമല്ല, അത് വ്യത്യസ്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ ശത്രുക്കളെ സ്നേഹിക്കുക, അവരിന് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ സ്വർഗസ്ഥനായ മക്കളായിട്ട് തീരാൻ ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്താണ് പ്രത്യേകത? യാതൊരു പ്രത്യേകതയില്ല. ചുങ്കക്കാർ പോലെ ഇത് തന്നെ ചെയ്യുന്നില്ലേ? നിങ്ങൾ അഭിവാദനം ചെയ്യുന്നവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിദ്യ എന്താണുള്ളത്? എന്താണ് പ്രത്യേകതയായിട്ടുള്ളത്? എന്താണ് സംതിങ് സ്പെഷ്യൽ എന്ന് പറയുവാൻ നിന്നിലുള്ളത്? അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ നമ്മളിൽ ഇപ്രകാരമുള്ള ഒരു വ്യത്യസ്തത ഉണ്ടാവണമെന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ നമുക്ക് ഈ വ്യത്യസ്തത വേണം. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം വ്യത്യസ്തത സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ ആളുകളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പല അനുഭവങ്ങളുമുണ്ട്. ക്ഷമിക്കാനും പൊറുക്കാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈശോ പറഞ്ഞു ക്ഷമിക്കണമെന്ന് പറഞ്ഞു, പൊറുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരെയും പോലെ ആകാനല്ല ഈശോ പറഞ്ഞത്, വ്യത്യസ്തനാകാനാണ് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാർ വ്യക്തി എന്നെ കാണാനായിട്ട് വന്ന അവസരം ഞാൻ ഓർക്കുന്നുണ്ട്. ആ മനുഷ്യന് കുറേയേറെ സംസാരിക്കാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബകഥയെല്ലാം അദ്ദേഹം പങ്കുവെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനോട് എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയെ അദ്ദേഹം തട്ടിക്കൊണ്ട് പോയതാണ്. 2 മക്കളുണ്ട്. 2 മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. വേറെ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് പോയി. ആ മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയ ആ ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളെല്ലാം വളർത്തി വലുതാക്കി കഷ്ടപ്പെടുന്നതെല്ലാം അദ്ദേഹമാണ്. അപ്പം അതുകൊണ്ട് തന്നെ തന്നെ ബുദ്ധിമുട്ടിച്ച, തൻ്റെ കുടുംബം നശിപ്പിച്ച ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്ത വലിയ വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ക്ഷമിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിന് പറ്റുന്നില്ല, ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നത്. അദ്ദേഹം പങ്കുവെച്ചു ദുഃഖങ്ങളെല്ലാം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ക്ഷമിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ, അതൊക്കെ പറയാൻ എളുപ്പമാണ്, ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക? ആണ് ഇത്രമാത്രം എൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യനോട് ക്ഷമിക്കാൻ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിൽ ക്ഷമിക്കാനായിട്ട് സാധിക്കുമോ? മറക്കാൻ പറ്റുമോ? ജീവിതകാലം മുഴുവനുമാണ് ഞാനിത് സഹിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. ക്ഷമിക്കാൻ ആരംഭിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പയ്യെ പയ്യെ ആ വ്യക്തിയെയും ഭാര്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്നിലുള്ള വെറുപ്പിൻ്റെ ഘടകങ്ങളെല്ലാം മാറുകയും നിന്നിലേക്കും നിൻ്റെ കുടുംബത്തിലേക്കും ദൈവാനുഗ്രഹം കടന്നു വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് നീ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ക്ഷമ 2ാമത്തെ ഘടകമാണ്, പ്രാർത്ഥനയാണ് ആദ്യത്തെ ഘടകം. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ആരംഭിക്കുക. 2ാം ഘടകമായ ക്ഷമയിലേക്ക് പയ്യെ കടന്നു ചെല്ലുക. ആ മനുഷ്യൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. നമുക്കറിയാം, ജീവിതത്തിൽ പെട്ടെന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈശോ ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ഈശോ കാണിച്ചു തന്നത് അത് തന്നെയാണ്. ഈശോ വ്യത്യസ്തനായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഈശോയുടെ ജീവിതത്തിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ അടുക്കിലേക്ക് വന്ന കുഷ്ഠരോഗിയെ മാറോട് ചേർത്ത് പിടിച്ചത്, അവനെ കെട്ടിപ്പിടിച്ചത്. മറ്റുള്ളവരെല്ലാം കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുകയോ അകലെ മാറിപ്പോവുകയോ ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈ കുഷ്ഠരോഗിയെ ഈശോയ്ക്ക് കെട്ടിപ്പിടിക്കാൻ സാധിച്ചത് അവൻ വ്യത്യസ്തനായതുകൊണ്ടാണ്. സക്കവൂസ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. സക്കവൂസ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത് താഴെ പോയൊരു മനുഷ്യനും കണ്ടില്ല. ഈശോ മാത്രം അവിടെ വന്നപ്പോൾ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി സക്കവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് ഈശോ പറഞ്ഞുവെങ്കിൽ അത് ഈശോയിലുള്ള വ്യത്യസ്തതയാണ്. സക്കവൂസിനെ ആ തിരക്കിനിടയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക. രക്തസ്രാവകാരിയായ സ്ത്രീ, അവൾ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു, സുഖപ്പെട്ടു. ഈശോ തിരിച്ചറിഞ്ഞു. ഈശോ അവളെ അടുക്കിലേക്ക് വിളിച്ചു, അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇടനല്ല മാതൃകയായിട്ട് അവതരിപ്പിച്ചു. ഈശോയിലെ വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് ആ സ്ത്രീയെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനും അവളെ വിളിക്കുവാനും അവളെ ആശ്വസിപ്പിക്കുവാനും അവളെ സുഖപ്പെടുത്തി പറഞ്ഞയക്കുവാനും ഈശോയ്ക്ക് സാധിച്ചത്. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് ഈശോയുടെ അടുക്കിലേക്ക് ആളുകൾ കൊണ്ടുവന്നത്. കുറ്റം വിധിക്കുവാനാണ് കൊണ്ടുവന്നത്. ഈശോ അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കൊണ്ടുവന്നത്. പക്ഷേ ആ സ്ത്രീയെയും വ്യത്യസ്തമായിട്ട് പാപങ്ങൾ ക്ഷമിച്ച് പറഞ്ഞയക്കുവാൻ, എല്ലാവരും കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയെ രക്ഷിച്ച് പറഞ്ഞയക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചു. ഈശോയുടെ വ്യത്യസ്തത അപ്രകാരമാണ്.
നമുക്കറിയാം കാൽവരിയിലേക്കുള്ള യാത്രക്കിടയിലുമൊക്കെ നമ്മൾ കാണുന്ന ചിത്രം അത് തന്നെയാണ്. കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് ഈശോ പോകുന്നു. പാപം ചെയ്യാത്തവൻ കുറ്റക്കാരനായിട്ട് വിധിക്കപ്പെടുന്നുവെന്ന് നമ്മൾ പറയുന്നില്ലേ? അതുപോലെ തന്നെ ഈശോ കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്നു. ചമ്മട്ടി കൊണ്ട് അടിച്ച് അവശനാക്കുന്നു, കുരിശിൽ തറയ്ക്കുന്നു. അതിനെല്ലാം ശേഷവും ഈശോ പറഞ്ഞ എന്താണ്? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എത്രയോ മനോഹരമായ ആശയമാണ് ഈശോ അവിടെ അവരുമായിട്ട് പങ്കുവെച്ചത്, അല്ലെ ഈശോ അവിടെ ആവർത്തിച്ചത്. ഒരിക്കലും ആരും സഹനത്തിൻ്റെ തീച്ചുകുളിയിൽ കിടന്നുകൊണ്ട് പറയാത്തൊരു കാര്യമല്ലേ ഈശോ അവിടെ പങ്കുവെച്ചത്. വ്യത്യസ്തമായിട്ട് ഈശോ പറഞ്ഞു, എല്ലാവരും തന്നെ പീഡിപ്പിച്ച, തെറ്റ് ചെയ്യാതെ തന്നെ ക്രൂരമായിട്ട് കുരിശിലേറ്റിയ വ്യക്തികളോട് ക്ഷമിക്കാൻ സാധിക്കാതെ അടുത്ത ജന്മത്തിലെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തനായിട്ട് ഈശോ പറയുക, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമുക്കതുപോലെ സംതിങ് സ്പെഷ്യലായിട്ട്, സംതിങ് ഡിഫറൻ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളെ നോക്കുമ്പോൾ അത് പറയാനായിട്ട് സാധിക്കണം. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു കുടുംബ കൂട്ടായ്മയെല്ലാം കഴിഞ്ഞ് വികാരിയച്ഛനും കുടുംബ കൂട്ടായ്മ ലീഡറും വൈകുന്നേരം തിരിച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് നടക്കുന്ന വഴിയിൽ വെച്ചാണ് മദ്യപാനി ഒരു മനുഷ്യനെതിരെ വരുന്നു. ആ മനുഷ്യൻ അച്ഛനെയും കാണുന്നു, കുടുംബ കൂട്ടായ്മ ലീഡറെയും കാണുന്നു. ഇവർ രണ്ടുപേരെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആവേശമായി. മദ്യത്തിൻ്റെ ലഹരിയിൽ ആവേശമെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത നാളുകളിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് വിശദീകരിച്ച് അദ്ദേഹം അച്ഛനെ വളരെ നിശിതമായി വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും തെറി പറയുവാനും ഒക്കെ ആരംഭിച്ചു. അച്ഛൻ ഒരു മറുപടിയും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ശ്രദ്ധിക്കാതെ നടന്നു പോവുകയാണെന്നറിഞ്ഞ് മദ്യപാനിയായ വ്യക്തി അച്ഛൻ്റെ പുറകെ കൂടി. കുറേ ദൂരം ഇങ്ങനെയൊക്കെ പോയി പല സംഭവങ്ങളെല്ലാം പറയുകയും വളരെ അശ്ലീലമായിട്ട് സംസാരിക്കുകയും വൈദികരെയും സമർപ്പിതരെയും എല്ലാം മൊത്തത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്ത് ഈ അച്ഛൻ്റെ പിന്നാലെ മദ്യപാനിയ മനുഷ്യൻ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് ചോദിച്ചതുപോലെ കുടുംബ കൂട്ടായ്മ ലീഡർ അച്ഛനോട് ചോദിച്ചു, ഞാൻ 2 കൊടുക്കട്ടെ, ഞാൻ അയാളെ പറഞ്ഞു വിടട്ടെ? പത്രോസ് ഈശോയോട് ചോദിച്ചതുപോലെ, കർത്താവ് ഞങ്ങൾ മാലെടുക്കട്ടെ എന്ന് ചോദിച്ചതുപോലെ ഈ മനുഷ്യൻ ചോദിച്ചു, 2 കൊടുത്ത് ഞാനങ്ങ് പറഞ്ഞു വിടട്ടെ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് വേണ്ട, അയാളെന്തെങ്കിലും പറയട്ടെ, മദ്യപിച്ചിരിക്കുകയല്ലേ. അപ്പോൾ കുടുംബ കൂട്ടായ്മ ലീഡർ അച്ഛനോട് ചോദിച്ചു, അതെന്താ അച്ഛാ, 2 കൊണ്ട് പറയുവാണെങ്കിൽ, അച്ഛൻ 2 കൊണ്ട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അവനങ്ങ് പൊക്കോളും, അതിനുള്ള കഴിവൊക്കെ ഉള്ളൂ അവന്. അപ്പം അച്ഛൻ പറഞ്ഞു, അവനോട് ഞാൻ തെറി പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? അവനോട് ഞാൻ തെറി പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്, വ്യത്യസ്തതയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഈശോ ആഗ്രഹിച്ചതും ഈ വ്യത്യസ്തത തന്നെയാണ്. ഈ വ്യത്യസ്തത പകർന്നു കൊടുക്കാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. സംതിങ് ഡിഫറൻ്റ് എന്ന് പറയുന്നത് പോലെയുള്ള വ്യത്യസ്തത നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് നിൻ്റെ മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം നിന്നോട് നടക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോവുക. അപ്പോൾ അത്രമാത്രം ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് വ്യത്യസ്തതയാണ്. ഒന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് വ്യത്യസ്തതയുടെ ഭാഗമാണ്. നമ്മുടെ ലോകത്തിലായിരിക്കുമ്പോഴും സംതിങ് ഡിഫറൻ്റായിട്ട് മറ്റുള്ളവർക്ക് തോന്നണം. ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ, ഈശോയുടെ മകൻ എന്ന രീതിയിൽ, വചനത്തിലൂടെ പറയുന്നത് പോലെ ദൈവപിതാവിൻ്റെ മകൻ എന്ന രീതിയിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ ജീവിക്കുമ്പോഴല്ല നമ്മൾ യേശുവിൻ്റെ മക്കളായിട്ട് മാറുക. മറിച്ച് വ്യത്യസ്തരായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവപിതാവിൻ്റെ മക്കളായിട്ട് മാറുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഉയർന്നു വരാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. ഇതുപോലെ മറ്റുള്ളവരോട് വ്യത്യസ്തമായി പെരുമാറാനായിട്ട് സാധിക്കണം. അങ്ങനെ പെരുമാറാൻ സാധിക്കുമ്പോൾ ഈശോ കാണിച്ചു തന്നതുപോലെ തന്നെ വ്യത്യസ്തരായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഈശോയുടെ വഴികളെല്ലാം വ്യത്യസ്തതയുടെ വഴികളായിരുന്നുവെങ്കിൽ ഈശോ അനുഗമിക്കുന്ന ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും വഴികൾ വ്യത്യസ്തതയുടെ വഴികളായിരിക്കണം. പ്രേക്ഷിതരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ നമ്മളെ നോക്കുന്നത് അപ്രകാരമാണ്, വ്യത്യസ്തരായിട്ടുള്ളവരായിട്ടാണ് കാണുക. ഒരു ക്രൈസ്തവനെ നോക്കി മറ്റുള്ളവർ ചിന്തിക്കുന്നതും അപ്രകാരം തന്നെയാണ്. എന്ത് വ്യത്യസ്തതയാണ് ആ മനുഷ്യനിലുള്ളത്, എന്ത് വ്യത്യസ്തതയാണ് ഈ ക്രൈസ്തവനിലുള്ളത്. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് ഈ ക്രൈസ്തവനെന്ന് മറ്റൊരാൾക്ക് തോന്നുന്നുവെങ്കിൽ
അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം എന്ന് പറയുക. യഥാർത്ഥ ക്രൈസ്തവരായി, ക്രിസ്തു ശിഷ്യരായി നമ്മൾ മാറിയെന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈശോ നമുക്ക് കാണിച്ചെന്ന മാതൃക തന്നെ പിഞ്ചെന്നുകൊണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ കൂടി ക്ഷമിച്ചുകൊണ്ട്, സഹായിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ കൂടി സഹായിച്ചുകൊണ്ട്, ഉപകാരം ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ കൂടി ഉപകാരം ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തരാകാനായിട്ട് ഇടയാവണം. സംതിങ് ഡിഫറൻ്റ് എന്ന് മറ്റുള്ളവർക്ക് നമ്മളെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സംതിങ് സ്പെഷ്യൽ എന്ന് നമ്മളെ നോക്കി പറയാനായിട്ട് സാധിക്കണം. ഒരു കടയിൽ പോയി സ്പെഷ്യൽ നമ്മൾ ചോദിക്കുന്നത് പോലെ, ഒരു വ്യക്തികളിൽ നോക്കി ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ വ്യത്യസ്തത നമ്മൾ കാണുന്നത് പോലെ, നമ്മളെ അത് ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിത ശൈലി മറ്റുള്ളവരെയും, നമ്മുടെ വ്യത്യസ്തത മറ്റുള്ളവരെയും ആകർഷിക്കാനായിട്ട് ഇടയാവണം. നമ്മൾ സംതിങ് ഡിഫറൻ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിത ശൈലികളും ആണ് തക്ക രീതിയിൽ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് അനുരൂപമായ ഒരു ജീവിതമായിട്ട് മാറ്റപ്പെടുന്നത്. ക്രിസ്തു ശൈലിയിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്തു ശൈലിയാണ് ഈ വ്യത്യസ്തതയുടെ ശൈലി എന്ന് പറയുക. യേശു ആഗ്രഹിച്ച ശൈലി, യേശു പഠിപ്പിച്ച ശൈലി, യേശു പറഞ്ഞു തന്ന ശൈലി, നമ്മുടെ ജീവിതത്തിലൂടെ ആ ശൈലി നിവൃത്തീകരിക്കപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ ആ ശൈലി പ്രാവർത്തികമാക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനുഗമിക്കുന്നത് ഈശോയുടെ പിന്നാലെയായിരിക്കും, കുരിശ് ചുമന്നവൻ്റെ പിന്നാലെയായിരിക്കും. ജീവിതം മുഴുവനും വ്യത്യസ്തമാക്കി കാണിച്ചു കൊടുത്തവൻ, ജനിച്ച അന്ന് മുതൽ തന്നെ ജനിച്ച അന്ന് മുതൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത മനുഷ്യൻ, ഒരു കൊച്ചു കുഞ്ഞായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവൻ ജന്മമെടുത്തു. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നതെല്ലാം വ്യത്യസ്തതയാണ്. എല്ലാ അവസരങ്ങളിലും വ്യത്യസ്തതയായിരുന്നു. എല്ലാ അവസരങ്ങളിലും മറ്റുള്ളവരെ അവനിലേക്ക് ആകർഷിച്ചത് ഈ സംതിങ് ഡിഫറൻറ്റ്, സംതിങ് സ്പെഷ്യൽ എന്നുള്ളതായിരുന്നു. ഈശോയിൽ അവർ കണ്ടതും ആ വ്യത്യസ്തതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടു. നമ്മളും അതുപോലെ ആകർഷിക്കപ്പെടണം. നമ്മൾ മറ്റുള്ളവർ നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ ജീവിതശൈലി കാരണമാകണം. അവൻ സംതിങ് ഡിഫറൻ്റ് ആണ്. എല്ലാവരെയും പോലെ അല്ല ചിന്തിക്കുന്നത്, എല്ലാവരെയും പോലെ അല്ല പ്രവർത്തിക്കുന്നത്. വിശുദ്ധരുടെ ജീവിത മാതൃകയും അത് തന്നെയാണ്. ഓരോ വിശുദ്ധരെയും നമ്മൾ ഓർക്കുമ്പോഴും കാണുന്ന പ്രത്യേകത അപ്രകാരമാണ്. അവർ സംതിങ് ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർ ലോകത്തിൽ വിശുദ്ധരായിട്ട് മാറിയത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈശോയുടെ പിന്നാലെ അനുഗമിക്കുന്നവരാകാം. ഈശോ ആവശ്യപ്പെട്ടതുപോലെ വിശേഷ വിധിയായി എന്താണ് എന്നിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് അതുപോലെ അനുവർത്തിക്കുന്നവരായി, വിജാതീയരെ പോലെ തന്നെ ആകാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാതെ, വെറുതെ ഒരു ക്രിസ്ത്യാനിയെ പോലെ ആകാതെ, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്ന ബോധ്യത്തോടു കൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും നമുക്ക് പ്രവർത്തിക്കുവാനും സഹായിക്കട്ടെ. ആ വ്യത്യസ്തതയിൽ ഈശോ നമ്മളെ ഓർത്ത് അഭിമാനിക്കാനിടയാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന